നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 10ലേക്ക് സ്വാഗതം. കുഗ പ്ലഗ്-ഇൻ ഹൈബ്രിഡ് കാറുകളിലെ ബാറ്ററിക്ക് തീപിടിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി ഫോർഡ്. കമ്പനിയുടെ മുന്നറിയിപ്പ് അയർലൻഡിലെ 2850 വാഹന ഉടമകളെ ബാധിക്കും. അയർലൻഡിൽ കുട്ടികളെ വളർത്തുന്നതിനുള്ള ചിലവ് വർദ്ധിക്കുന്നു. പ്രതിവർഷം 15,000 യൂറോ ആണ് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചിലവിടേണ്ടി വരുന്നത്. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷണ വിതരണശാലകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അയർലൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി 8 ഭക്ഷണശാലകൾ അടച്ചുപൂട്ടി. അയർലൻഡിലെ ആദ്യ ടാക്കോ ബെൽ റെസ്റ്റോറന്റ് ഈ വേനൽക്കാലത്ത് ആരംഭിക്കാൻ ആപ്പിൾ ഗ്രീൻ. ടാക്കോ ബെല്ലുമായി ഐറിഷ് കമ്പനി കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഉടൻ തന്നെ ആദ്യ റെസ്റ്റോറന്റ് ആരംഭിക്കുമെന്ന പ്രഖ്യാപനം. കാത്തിരിപ്പിനൊടുവിൽ ഡബ്ലിനിൽ ആദ്യ വാട്ടർ സ്പോർട്സ് ക്യാമ്പസ് വരുന്നു. ഡൺ ലാവോഹാർ ഹാർബറിലാണ് ക്യാമ്പസ് വരിക. അയർലൻഡിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്ന് അന്തരീക്ഷ താപനില 24 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. ഈ ആഴ്ചയിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ ദിനമാകാം ഇന്ന്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിലെത്തി പ്രധാനമന്ത്രി. സൈനികർക്ക് അഭിനന്ദനം. ഭാരത് മാതാ കി ജയ് വിളിച്ച് മോദിയെ സ്വീകരിച്ച് സൈനികർ. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നന്ദൻകോട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച കേസിലാണ് വിധി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിരോധിച്ചു. ഭീകരവിരുദ്ധ നിയമത്തിൽ പുതുതായി കൊണ്ടുവന്ന ഭേദഗതി പ്രകാരമാണ് നിരോധനം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക.